സാധാരണ ആധ്യാത്മികതയിൽ നാം ഉപയോഗിക്കാറുള്ള പ്രയോഗങ്ങളാണ് ദൈവത്തിൽ നിന്നും അകന്നു പോവുക, പിന്നീട് തിരിച്ചറിഞ്ഞ് തിരിച്ചു വരിക, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും വഴിതെറ്റി പോവുക, പിന്നെ അവനെ ദൈവം തേടി വരിക എന്നൊക്കെയുള്ളത്. പക്ഷേ ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ശിഷ്യരുടെ കൂടെ പോകുന്ന ദൈവത്തെയാണ്. എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യരുടെ കൂടെ ഈശോ നടക്കുന്നു. അവർ ജെറുസലേം വിട്ടുപോവുകയാണ്. ക്രിസ്തുവിനോട് കൂടെ ജീവിച്ച കാലം പിന്നിൽ ഉപേക്ഷിച്ചുള്ള യാത്ര. തേടി വരുന്ന ഇടയൻ എന്നതുപോലെ തന്നെ ശക്തമായൊരു പ്രതീകമാണ് തന്നെ വിട്ടുപോകുന്നവൻ്റെയും കൂടെ നടക്കുന്ന എമ്മാവൂസിലെ ക്രിസ്തു. അവൻ വചനം പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. അവൻ അപ്പം മുറിച്ചപ്പോൾ അവനെ തിരിച്ചറിഞ്ഞു. അവർ തിരികെ വന്നു. പ്രഘോഷണം കേട്ട് അനുഗമിച്ച 3 വർഷം, അതിനുശേഷം തർക്കിച്ചും ചർച്ച ചെയ്തും ഒരകന്നു പോകൽ, അവസാനം കൂടെ അത്താഴം കഴിച്ച് ഒരു തിരിച്ചുവരവ്. വിശ്വാസം വളരേണ്ടത് ഇങ്ങനെയാണ്. വായിച്ചും കേട്ടും അറിഞ്ഞ ക്രിസ്തു ഏതെങ്കിലും ഒരു നിമിഷം എൻ്റെ വ്യക്തിപരമായ അനുഭവമാകുമ്പോഴാണ് വിശ്വാസം പാകപ്പെടുന്നത്. അറിവ് അനുഭവമാകുന്നതിനിടയിൽ സംശയത്തിൻ്റെയും തർക്കത്തിൻ്റെയും ഒരു എമ്മാവൂസ് വഴി താണ്ടേണ്ടി വരും. പക്ഷേ ഭയക്കേണ്ട, അപ്പോഴും ദൈവം അകലെയല്ല.